السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഇൻഷാല്ലാ സൂറത്തുൽ മുൽക്കിലെ 4-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ആദ്യം സുമ്മ, ഇവിടെ സാഇൻ്റെ മഖ്റജ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സാഇൻ്റെ മഖ്റജ് നമ്മൾ ഈ ദാലിൻ്റെ മഖ്റജ് പറഞ്ഞതുപോലെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേരുമ്പോഴാണ് സാ പുറപ്പെടേണ്ടത്. സാ പല ആളുകളും സീൻ ഉച്ചരിക്കുന്നത് പോലെ സാ സുമ്മ എന്നുച്ചരിക്കാറുണ്ട്. അത് തെറ്റാണ്. മറിച്ച് സുമ്മ, എങ്ങനെ സു, കണ്ടില്ലേ, നാവ് മേലെ മുൻപല്ലിൽ വെച്ച് സുമ്മ, ഇങ്ങനെ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു മീമ് നൂന്, ഈ രണ്ട് അക്ഷരങ്ങൾക്ക് ഷദ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മണിക്കണം എന്നത് തജ്വീദിൻ്റെ പൊതുവായ ഒരു നിയമമാണ്. അതുകൊണ്ട് ഇവിടെ മീമിന് ഷദ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ മണിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. സുമ്മ റുജിഇൽ, പല ആളുകളും സുമ്മ അർജിഇൽ അല്ലെങ്കിൽ ഇർജിഇൽ എന്നൊക്കെ ഓതുന്നത് കേൾക്കാം. മറിച്ച് സുമ്മ അർജിഇൽ, മർജിഇ, അവിടെ ഒരു ഹംസ ഇല്ല, ആയോ ഇയോ എന്നൊരക്ഷരം ഇല്ല. അപ്പോൾ എങ്ങനെ ഓതേണ്ടത്? സുമ്മർ, മർ, മാ കഴിഞ്ഞ ഉടനെ സുക്കൂനുള്ള റായിനെയാണ് ഉച്ചരിക്കേണ്ടത്. സുമ്മർ, ഇങ്ങനെ. സുമ്മർജിഇൽ, ശേഷം ശ്രദ്ധിക്കേണ്ടത് ഐനാണ്. ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. തൊണ്ടയുടെ നടുഭാഗത്തു നിന്ന് വളരെ മൃദുവായി നല്ല ഒഴുക്കോടുകൂടിയാണ് ആ അക്ഷരം പുറപ്പെടേണ്ടത്. സുമ്മർജിഇൽ, സുമ്മർജിഇൽ ബസറ, ശേഷം ശ്രദ്ധിക്കാനുള്ളത് സ്വാദാണ്. നമ്മൾ സീന് പറയുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് സ്വാദ് പറയുന്ന സമയത്തും നാവ് വെക്കേണ്ടത്. എന്നാൽ ഈ സ്വാദ് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? സ്വാദ് തഫ്ഹീമാണ്, സീന് തഫ്ഹീമല്ല, മറിച്ച് തർക്കീക്കാണ്. എന്താണ് ഈ തഫ്ഹീം? തഫ്ഹീം എന്ന് പറഞ്ഞാൽ ആ അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് ഒരു ഘനപ്പിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ വായ മൂടിക്കെട്ടിയതായ രൂപത്തിൽ, ഓപ്പൺ ആകാതെ മൂടിയതായ സ്ഥിതിയിൽ, നാവിൻ്റെ നടുഭാഗം ഉയർന്നതായ രൂപത്തിൽ ഓതുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണം നോക്കാം. ആ ബസറ എന്ന സ്ഥലത്ത് സീനാണെങ്കിൽ ബസറ ഇങ്ങനെയായിരിക്കും ഓതേണ്ടത്. എന്നാൽ സ്വാദായതുകൊണ്ട് ബ സോ, സ എന്നുച്ചരിക്കാതെ സോ എന്ന് ഒരു ഓ എന്നൊരു ഗൗരവത്തോടുകൂടി, ഒരു ഘനപ്പിച്ച ശബ്ദത്തോടുകൂടി ഓതിയില്ലേ, ഇതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സ്വാദ് അതിൽപ്പെട്ടതായതുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ ഓതേണ്ടത്. സുമ്മർജിഇൽ ബസറ, ശേഷം കർവതൈനി, കർവ, റാ തഫ്ഹീമാണ്, കർവ, കണ്ടില്ലേ, കർവതൈനി യൻഖലിബ്, യൻഖ, അവിടെ മണിക്കണം. കാരണം നിയമം ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന 15 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മറച്ച് മണിക്കണം. മറച്ചു മണിക്കണം എന്ന് പറഞ്ഞാൽ ഈ പ്രകാരം യൻഖലിബ് എന്ന് മണിക്കണം എന്ന് ചുരുക്കം. ശേഷമുള്ളത് ഖാഫാണ്.
ഖാഫിൻ്റെ മഖ്റജ് നമ്മുടെ നാവിൻ്റെ അങ്ങേയറ്റമാണ്. ആ അങ്ങേയറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുമ്പോഴാണ് ഖോ ഖോ. അതോടുകൂടി ഇത് തഫ്ഹീമാക്കുകയും വേണം. ക എന്ന് ഓപ്പണാക്കി പറയാതെ ഖോ എന്ന് ഘനപ്പിച്ച് പറയണം. യാ ഖോ യൻഖലിബ് ഇലൈക്കൽ യൻഖലിബ് ഇലൈക്കൽ ബസറു. സ്വാദ് ശ്രദ്ധിക്കണം. ഖാസിഅൻ വഹുവ ഹോ ഹോ. ഹ ഉച്ചരിക്കുന്ന സമയത്ത് ആദ്യം ഹഇൻ്റെ മഖ്റജ് പറയാം. തൊണ്ടയുടെ തുടക്ക ഭാഗമാണ് ഹ മഖ്റജ്. അതായത് പല ആളുകളും ഹ എന്നീ കാർക്കിച്ച് തുപ്പുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാക്കും. എന്നാൽ അതല്ല, മറിച്ച് ഹോ എന്ന് വളരെ നൈസായി ഉച്ചരിച്ചാൽ മതി. ഖാസിഅൻ വഹുവ, അവിടെ മണിക്കണം. ഖാസിഅൻ വ. ഇദ്ഗാം ബിഗുന്നയാണ്, സുക്കൂനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീൻ. അതിന് ശേഷം യാ വാവ് മീമ് നൂന് യൗമൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ യൂമിൻ എന്ന് വിളിക്കാം നമുക്ക്. ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ അവിടെ ചേർത്ത് മണിക്കണം. എങ്ങനെ ഇവിടെ ചേർത്ത് മണിച്ചത്? ഇവിടെ ഖാസി അൻ വ എന്നായിരുന്നു വേണ്ടത്. മറിച്ച് ഇവിടെ വാവ് എന്ന് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം വന്നുകൊണ്ട് ചേർക്കണം ആദ്യം. അപ്പോൾ ഖാസി അൻ വ എന്ന് പറയാതെ ഔവ എന്ന് ചേർത്തു. അതോടുകൂടി അവിടെ മണിക്കുകയും ചെയ്തു. ഖാസി ഔവ. ഇതാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ. ഖാസി വഹുവ ഹസീർ. വഹുവ പല ആളുകൾ സ്പീഡിൽ ഓതുമ്പോൾ വഹ്വ എന്നായി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഹ ഇന് സുക്കൂനായിട്ട്, അത് ശ്രദ്ധിക്കണം. വഹുവ ഹ ഇന് ലൊമ്മാണ്. വഹുവ ഹസീർ. പിന്നുള്ളത് ഹ ആണ്. ഹ ഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. നേരത്തെ ഐനിൻ്റെ മഖ്റജ് പറഞ്ഞ അതേ സ്ഥലം. ഹ പുറപ്പെടുവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. മറിച്ച് നമ്മൾ ഈ എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ന ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഇതേ ശബ്ദമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഹസീർ. പല ആളുകളും ഹസീർ ഇന് തഫ്ഹീമാക്കി ഹസീർ എന്ന് ഉച്ചരിക്കും. എന്നാൽ അങ്ങനെയല്ല. ഹസീർ മലയാളത്തിലെ ര എന്നതിൻ്റെ ഉച്ചാരണമാണ് ഇവിടെ വേണ്ടത്. ഹസീർ ഇങ്ങനെയാണ് ഓതേണ്ടത്. സദഖല്ലാഹുൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.